ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ട് വാക്കുകൾ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു തിമിംഗലമാണെന്ന് വിചാരിക്കാം. അത് ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അത് ചെറുമീനുകളെ പിടിക്കാൻ പോവുകയാണ്, അത്താഴമാണ്, ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം അതൊരു 10 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് അത് വലത്തോട്ട് തിരിഞ്ഞ് ഒരു 5 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു. വീണ്ടും അത് വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ വെസ്റ്റിലേക്ക് വന്നെന്ന് കരുതുക. ഒന്നും കൂടെ പറയാം. ആദ്യം ആ തിമിംഗലം 10 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് വന്നു. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു. വീണ്ടും ഒരു 10 കിലോമീറ്റർ തിരിഞ്ഞ് വെസ്റ്റിലേക്ക് വന്നു. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, വലതുവശം ഈസ്റ്റ്, ഇടതുവശം വെസ്റ്റ്. ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 തരത്തിൽ തിമിംഗലത്തിൻ്റെ യാത്ര വിവരിക്കുകയാണ്. ഒന്നിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ വഴി കൂടെ പോയോ ആ വഴി മുഴുവനും എടുക്കുക. അപ്പോൾ വഴിക്ക് നമ്മൾ പറയുന്ന പേരാണ് പാത്ത് ലെങ്ത്. അപ്പോൾ നമ്മൾ മൊത്തം അതെങ്ങനെ സഞ്ചരിച്ചു എന്നാണ് നോക്കുന്നത്. അത് ഏതെല്ലാം വഴിയിൽ കൂടെ പോയി. ഏതെല്ലാം വഴിയിൽ കൂടെ പോയി? 10 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി, 5 കിലോമീറ്റർ സൗത്തിലേക്ക് പോയി, വീണ്ടും ഒരു 10 കിലോമീറ്റർ വെസ്റ്റിലേക്ക് പോയി. അപ്പം നമ്മൾ ആകെ അത് നടന്ന വഴികൾ മാത്രം, അതിനെയാണ് നമ്മൾ പാത്ത് ലെങ്ത് എന്ന് പറയാം. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 25 കിലോമീറ്റർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഡിസ്റ്റൻസ് എന്നുള്ളത്. പാത്ത് ലെങ്ത് എന്നാണ്. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ എൻ ഓബ്ജക്റ്റ്. തിമിംഗലം മൊത്തം യാത്ര ചെയ്ത ദൂരം. ഇനി നോക്കാം, വേറൊരു വഴിയാണ്. നോക്കിയേ, സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റും എൻഡ് ചെയ്ത പോയിൻറ്റും മാത്രം നമ്മൾ നോക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റും എൻഡ് ചെയ്ത പോയിൻറ്റും അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 കിലോമീറ്റർ സൗത്താണ്. അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ആകെ എടുക്കുന്ന കാര്യം എത്രയാണ്? സ്റ്റാർട്ടും നോക്കും, എൻഡും നോക്കും. ഒറിജിനൽ സ്റ്റാർട്ട് പൊസിഷൻ, അവസാനം എൻഡ് പൊസിഷൻ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ദൂരം മാത്രം. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് ഫസ്റ്റ് പൊസിഷൻ, ഏതാണ് ലാസ്റ്റ് പൊസിഷൻ, ആ പൊസിഷൻ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു നേർരേഖ വരയ്ക്കുന്നു. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ നിർബന്ധമാണ്, ആ ഡയറക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് രേഖപ്പെടുത്തുന്നു. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു തവണയും കൂടെ ആവർത്തിക്കാം. ഒന്ന്, ഡിസ്റ്റൻസ് എന്നുള്ള പദം. ഡിസ്റ്റൻസ് എന്തായിരുന്നു? ദ ടോട്ടൽ പാത്ത് ലെങ്ത്. ആ ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. കാരണം നമ്മൾ എത്ര ദൂരം പോയി എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, ദിശ നോക്കുന്നില്ല. നമ്മളിവിടെ ഡയറക്ഷൻ എടുക്കുന്നതേ ഇല്ല. നമ്മൾ പറഞ്ഞു അത് പോകുന്നത് ഈസ്റ്റിലേക്കാണെന്നും സൗത്തിലേക്കാണെന്നും വെസ്റ്റിലേക്കാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ എടുത്തത് എന്താ? പാത്ത് ലെങ്ത് മാത്രം. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. താങ്ക് യു.